ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് വളരെ വിശാലമായ ഒരു സ്ഥലമായതുകൊണ്ടും പ്രകൃതി ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ടും അവിടെ വെച്ചാണ് നമ്മൾ ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ്റെ ഒരു സംഗമം നടത്തിയത്. ശലഭ സംഗമം എന്ന് പേരിട്ടു. 5ാമത്തെ ശലഭ സംഗമമാണ്. ഈ സംഗമത്തിൻ്റെ സംഘാടനം സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന്, ഒരു ഏകദേശം 3 മാസം മുമ്പേ ഇതിനു വേണ്ടിയുള്ള ഒരുക്കം, എവിടെ വെക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ. എന്നിട്ട് ഒരു 1.5 മാസം മുമ്പ് ഇതിൻ്റെ സംഘാടക സമിതിയുടെ മീറ്റിങ്ങിന് ജൂൺ 5-ാം തീയതി ഞാനവിടെ ചെല്ലുന്നു. അപ്പോൾ അത്ര 60 പേരാണ് കൂടിയിരിക്കുന്നത്. ഞങ്ങളാണ് ഇതിൻ്റെ സംഘാടകരെന്ന് പറഞ്ഞുകൊണ്ട്. ആ ഒരു ആവേശം ഇന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൽ ഒരു അടുക്കും ചിട്ടയില്ലാതെ ഞാൻ പറയുകയാണ്, ഇത് മൺവിള ഗാനങ്ങൾ, മൺവിളയെ സംബന്ധിക്കുന്ന ഗാനങ്ങൾ തന്നെ എഴുതാൻ തുടങ്ങിയ ആളുകൾ. അപ്പോഴത്തേക്കും ആരാണ്, ജയശ്രീക്ക് തോന്നി ഇതൊന്ന് പ്രിൻ്റ് ചെയ്താൽ, ജയശ്രീക്കല്ല മംഗളേശ്വരിക്ക് തോന്നി പ്രിൻ്റ് ചെയ്ത് കുത്തിക്കെട്ടി, അപ്പോൾ ഇതിന് ചിലവ് എവിടുന്ന് വഹിക്കും എന്നാൽ അതിന് ചിലവ്, ആക്ച്വൽ ചിലവ് 20 രൂപയായി. 200 കോപ്പിയോ മറ്റോ അടിച്ചു. പക്ഷേ ആ കാശൊന്നും പിരിഞ്ഞു കിട്ടിയില്ല. എങ്കിൽ പോലും ഇത് ഇപ്പോൾ അവർ ചെയ്യുന്നത് ഓരോ ദിവസവും ഒരു പാട്ട്, ഒരാൾ അവതാരകയാവും, ഒരാൾ പാടും, ഇവരൊക്കെ എഴുതിയിട്ടുള്ള പാട്ടുകൾ, അങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പിന്നെ 150 രജിസ്ട്രേഷൻ ആയപ്പോഴത്തേക്ക് ഇനി ആരും രജിസ്റ്റർ ചെയ്യണ്ട, കാരണം ആ ഹാളിൽ 150 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരു പേടി, ഇതൊരാൾക്കൂട്ടമായി പോകുമോ? ഇപ്പോൾ TCI ആണെങ്കിൽ പരസ്പര ബന്ധം ഉണ്ടാവണമല്ലോ. ഇതൊരു ഗ്രൂപ്പല്ല, ക്രൗഡാവും. അപ്പോൾ ക്രൗഡ് ആകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം? അപ്പോൾ ഗോപൻ കാലടി എന്നൊരാൾ പറഞ്ഞു, നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു നെയിം കാർഡ് നല്ല വലിയ അക്ഷരത്തിൽ ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് പൗച്ചിനകത്ത് കയറ്റി കൊടുക്കാം. അപ്പോൾ ഇത് വരുന്നവർക്ക് ഇത് എവിടുന്നാണ് നോക്കിയെടുത്ത് കൊടുക്കുക? അതിന് ജില്ല തിരിച്ച് വെച്ചു, 3 കൗണ്ടർ ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ചെയ്യുക. എന്നിട്ട് ഈ പേര് വെറും പേരല്ല, ഗോപന് കിട്ടിയ ഒരു ഐഡിയ, പ്ലീസ് കോൾ മീ എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. എന്നെ ഈ പേര് ചൊല്ലി വിളിക്കൂ എന്ന് പറയുന്ന ഒരു TCI അംശം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാനിപ്പോൾ ഓർത്തപ്പോൾ, ഏത് സമയത്ത് അവർ ഏത് റെയിൽവേ സ്റ്റേഷനിൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള പേട്ട സ്റ്റേഷനോ മെയിൻ സ്റ്റേഷനോ വേറൊരു സ്റ്റേഷനുണ്ടല്ലോ നമ്മളിപ്പോൾ പറഞ്ഞ തമ്പാനൂരാണ്, കൊച്ചുവേളി പോലെയുള്ള, എവിടെ വന്നാലും അറിയിച്ചാൽ മതി. സന്നദ്ധ പ്രവർത്തകരുണ്ട്, അവർ വണ്ടിയും കൂടി അന്ന് കൂട്ടിക്കൊണ്ട് ഏത് പാതിര ആണെങ്കിലും അവിടെ കൊണ്ടുപോയി ആക്കും. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ്, ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രവർത്തകൻ, നമ്മുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു സുനിൽ എന്നു പേരുള്ള ഒരാൾ, സുനിലിനെ സമാപന സമ്മേളനത്തിലേക്ക് വിളിച്ചിരുന്നു. അപ്പം സുനിൽ താങ്ക്സ് ഒക്കെ പറഞ്ഞു. സുനിലിന് ആരോ താങ്ക്സ് പറഞ്ഞു. ഞാൻ സുനിലിനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ, സുനിലെ ഇവിടെ എത്രയോ ഗ്രൂപ്പുകൾ വരുന്നു, പ്രോഗ്രാംസ് നടത്തുന്നു, ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഇടപെടലിനെ പറ്റിയൊക്കെ എന്ത് തോന്നുന്നു. അന്നേരം അദ്ദേഹം പറയാണ്, ഇത്രയും കാലത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ ഇതുപോലെ ഞാൻ ചെറുതായി പോയ വേറൊരു അവസരം ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് നമ്മുടെ ആളുകളുടെ ഇടപെടൽ ആ ചെറുപ്പക്കാരനെ സ്വാധീനിച്ചു എന്ന് പറയാം. അതാണ് മൺവിള. മൺവിളയിലെ ഏറ്റവും ഒടുവിൽ ഒരു ഫ്ലാഗ് കൈമാറ്റം. അപ്പം ഇതിവിടെ വന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. കൊടുങ്ങല്ലൂർ 4ാം സമ്മേളനത്തിൽ സംഗമത്തിൽ വന്ന ആളുകൾ, അപ്പോൾ തിരുവനന്തപുരംകാരും കൊല്ലംകാരോട് പറഞ്ഞു, അടുത്ത സംഗമം നമുക്ക് നടത്താം എന്ന് പറഞ്ഞ് അവർ ഫ്ലാഗ് ഏറ്റുവാങ്ങിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോയി. അപ്പോൾ ഇവിടുന്ന് ദീപശിഖ കൈമാറുന്ന പോലെ ഇപ്പോൾ ഇവിടുന്ന് ആര് വാങ്ങിക്കും എന്ന് ഞാനിവിടെ പോസ്റ്റർ എഴുതി വെച്ചു. ആര് വാങ്ങിക്കും? ഞാൻ ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചു, എറണാകുളംകാർ നിങ്ങൾ വലിയ ശക്തിയാണല്ലോ, നിങ്ങൾ കൊണ്ടുപോകും, ഞങ്ങളതിന് പ്രിപ്പയർഡ് അല്ല എന്ന് മാത്യു ചെറിയാൻ സാർ പറഞ്ഞു. എന്നാൽ ഷർഫുനിസായും അബ്ദും ഒക്കെ ഉണ്ടല്ലോ, മലപ്പുറംകാർ നിങ്ങൾ കൊണ്ടുപോകുമോ ഫ്ലാഗ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അതിനുള്ള യൂണിറ്റ് എണ്ണമൊന്നും അത്രയൊന്നും ആയിട്ടില്ല. അപ്പോൾ കോട്ടയമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഞാൻ പറഞ്ഞു, എന്നാൽ കോട്ടയം
അപ്പോൾ താൻസൻ്റെ മകൾ വന്നു. പിന്നെ രണ്ട് മൂന്ന് ഒരു 8-10 ചെറുപ്പക്കാരുണ്ടായിരുന്നു. എല്ലാ ശലഭ സംഗമവും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. അടുത്ത സംഗമത്തിൽ യുവാക്കൾ, മുതിർന്നവർ യുവാക്കളും, നമ്മുടെ തലമുറകളുടെ സംഗമം എന്നുള്ള രീതിയിലായാലോ എന്ന് പറഞ്ഞു. അങ്ങനെ സൗവർണിക ഏറ്റുവാങ്ങി. എന്നിട്ട് ആ ഹാളിന് ചുറ്റും അതുകൊണ്ട് സൗവർണിക നടക്കുന്നു. അപ്പോൾ അടുത്ത പ്രോഗ്രാം കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് എവിടെ വെച്ച് നടത്തണം, ആരൊക്കെ അതിൻ്റെ സംഘാടകരാകണം എന്നൊന്നുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ ഉപയോഗിച്ചൊരു വാക്ക് ഇൻറ്റ്യൂഷൻ എന്നുള്ള വാക്കാണ്. ഇൻറ്റ്യൂഷൻ എന്നുള്ള വാക്ക് ഞാനിങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ പറഞ്ഞപ്പോൾ മത്യാസ് എന്നോട് ചോദിച്ചു, വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും ആലോചിച്ച് വെച്ചിട്ടില്ലാത്ത ഒരു സംഗതി ഇങ്ങനെ ദൈവം തോന്നിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ആ ഉൾവിളി. അപ്പോഴത്തേക്കും മത്യാസ് പറയാൻ, ഓ തോമസ്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ദ ഗിഫ്റ്റ്. മോയിൽ നിന്നും ദൈവം ഇട്ടു തരുന്ന ഒരു ഗിഫ്റ്റാണ് അത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഒരു സമ്മേളനത്തിൽ എത്രയോ മുഹൂർത്തങ്ങളിൽ മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്യാതെ സ്വാഭാവികമായിട്ട് ഓരോ കാര്യങ്ങൾ. അതാണിപ്പോൾ ഈ ഡോക്ടർ ദൈവത്തിൻ്റെ കയ്യിൽ ഉപകരണങ്ങൾ മാത്രമാണെന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു സ്റ്റേജ്. അതിലേക്ക് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വളരണം. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ